അപ്പൊ കോഴിക്കോടിന്റെ തുരങ്കപാത അതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇവിടെ തന്നെ അതാ നമ്മുടെ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇതേപോലത്തെ 2 ബ്രിഡ്ജ് ഇവിടുന്ന് സ്ട്രൈറ്റ് ആ ഒരു മലന്റെ മുകളിൽ കൊടുക്കുന്നത്. ആ ഒരു ഭാഗത്തു നിന്നാണ് മല ഇടിച്ചും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 2 മാസം മുന്നേ വരുമ്പോൾ അവിടെ ഒരു തൂക്കുപാലം മാത്രമേ ഉള്ളത്. അപ്പൊ അതൊക്കെ തൂക്കുപാലൊക്കെ പോയി ഇവിടൊക്കെ ഒരു ബ്രിഡ്ജ് വന്ന് ആ ഒരു ലാസ്റ്റ് ഭാഗത്തു നിന്നാണ് ഫുള്ള് ഇതാ തുരങ്കപാതത്തിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്താ ആ ഒരു ഭാഗത്ത് കാണിക്കാൻ പറ്റൂല, നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പണി അടിപൊളിയായിട്ട് നീങ്ങുന്നുണ്ട്. അപ്പം നമ്മളെ ഈ ഒരു തുരങ്കപാത ഏറിപ്പോയാൽ 5 വർഷത്തെ കരാറാണെങ്കിലും ഒരു 2-3 വർഷത്തിനുള്ളിൽ തന്നെ കഴിയുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അടിപൊളിയായിട്ട് പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതാ ഇവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് പോലും പ്രവേശനമില്ല. ഇവിടുന്ന് അങ്ങോട്ട് എൻട്രി കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തായാലും വർക്ക് അടിപൊളിയായിട്ട് പുരോഗമിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ തുരങ്കപാതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ അടിപൊളി പാലായിരുന്നു, നല്ല ആംബിയൻസ് ആയിരുന്നു. അതൊക്കെ പൊളിച്ച് പുതുക്കി പണിയാൻ പോകാം. ആ ചെറിയൊരു പള്ളിയുണ്ട് അവിടെ, ഭയങ്കര ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടായിരുന്നു. എന്തായാലും നമുക്ക് എല്ലാവർക്കും പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സമയം ഒക്കെ ലാഭമായിരിക്കും കേട്ടോ.